ഹലോ, ഞാൻ ടാനിയ ജോയൽ. നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ്സ് ഒക്കെ കാണാം. അതുപോലെ തന്നെ ഇപ്പൊ നല്ല മഴയാണ് കേട്ടോ. അപ്പൊ മഴയത്ത് നമുക്ക് നല്ല പുതപ്പൊക്കെ പുതച്ച് നല്ലതായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള നമുക്ക് സാധാരണ പുതയ്ക്കാനുള്ള പുതപ്പും കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടും കുറച്ചുകൂടി അതിലും സുഖമായിട്ടൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ, അതിനൊക്കെ പറ്റുന്ന പലതരം പുതപ്പുകൾ മാഗ്നിസ്കേപ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത്, ഞാൻ ഈ ബാക്കിൽ ഇട്ടിരിക്കുന്ന കട്ടൻസ് ഉണ്ടല്ലോ, ചില സമയത്ത് നിങ്ങൾക്ക് അത് നന്നായി കാണാൻ പറ്റുന്നില്ല എന്ന് എന്നോട് പറയാറുണ്ട്. അപ്പൊ ഞാൻ ആ കട്ടൻസ്, ഇത് ഞാൻ നേരത്തെ ഇട്ട കട്ടൻസ് തന്നെയാ, പക്ഷെ ഞാൻ അത് പിന്നീടും ഇവിടെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരുവാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഈ ഒരു കളേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാ റൂമിലൊക്കെ പറ്റുന്ന നല്ലൊരു കളേഴ്സാണ്. ഇനി ലിവിങ് റൂമിൽ ഇത് പറ്റും കേട്ടോ. ഇതുപോലെ വൈറ്റ് മോട്ടീഫ് ഉള്ളതുകൊണ്ട് കൂടുതൽ ഒരു ഭംഗിയായിരിക്കും കേട്ടോ. എന്തായാലും ലിവിങ് റൂമിൽ ഒരു വൈറ്റ് കട്ടൻ ഒക്കെ ഇടുമ്പോൾ ഇതുപോലെയുള്ള കട്ടൻസും കൂടെ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്ത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഈ കട്ടൻസ് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ ആയിരിക്കത്തില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന. പക്ഷെ ഇതിന്റെ ഫാബ്രിക്, ഇതിന്റെ കളർ ഗ്യാരണ്ടി, ഇതിന്റെ സ്റ്റിച്ചിങ്, ഇതിന്റെ റിങ്ങിന്റെ ക്വാളിറ്റി, ഇതെല്ലാം ഞാൻ നല്ല കറക്റ്റ് ആയിട്ട് തരത്തുള്ളൂ. നല്ല ഡിസൈൻസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ചെറിയ സ്റ്റഡി ടേബിൾ ഉണ്ടല്ലോ. അപ്പൊ ഇത് വൈറ്റ് ആണല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ ഓർക്കും, അയ്യോ ഇത് വൈറ്റ് അല്ലേ, ഈ വൈറ്റ് ഒക്കെ പിള്ളേർ ഏത് സമയം ചെളിയാക്കത്തില്ലേ. ശരിയാണ്, പക്ഷെ നമ്മൾ വൈറ്റ് ഇടുമ്പോൾ നമുക്ക് നല്ല പ്രകാശമായിരിക്കും. നമ്മൾ ഈ സ്റ്റഡി ടേബിളിലൊക്കെ ഇങ്ങനെ ഡാർക്ക് കളേഴ്സ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പിള്ളേർക്ക് തന്നെ പഠിക്കാൻ ഒരു മൂഡ് ഔട്ട് ആയിരിക്കും. ഓ, എന്നാത്തിന് പഠിക്കണം. അപ്പൊ നമുക്ക് വൈറ്റ് കളറിലുള്ള നല്ല സ്റ്റഡി ടേബിള്, നല്ല ലേസും നല്ല ഹാൻഡ് എംബ്രോയിഡറി, ഇതുണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ നിങ്ങൾ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടാൽ മതി. അപ്പൊ അതിൻ്റെതായ നല്ല ഒരു ഭംഗി ഉണ്ടാകും കേട്ടോ. ഇതിന്റെ പല കളേഴ്സിലും ഉള്ള സൈസ് അവൈലബിൾ ആണ്. ഇനി ഞാൻ ഡെയിലി യൂസിന് പറ്റുന്ന നല്ല ഭംഗിയായിട്ടുള്ളൊരു, ഡെയിലി യൂസിനും പറ്റും. ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് പൈസയൊന്നും നമുക്ക് കൊടുത്ത് ഒരു സാധനം വാങ്ങിക്കണ്ടെന്ന് ആഗ്രഹമുള്ളവർക്കും ഈ ഒരു ടേബിൾ ക്ലോത്ത്, ഇതിനു മുമ്പ് നമുക്ക് ഗോൾഡൻ, കോപ്പർ, ഇതിപ്പോൾ റോസ് ഗോൾഡ് ആണ്. റോസ് ഗോൾഡിന്റെ ത്രെഡ് ആണ് ഇതിനകത്തുകൂടെ വ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പം വീവിങ് അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ല ഭംഗിയായിട്ടുള്ള റോസ് ഗോൾഡിന്റെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടേബിൾ ക്ലോത്ത് ആണ്. ഇനിയുള്ളത് നല്ല പുതപ്പ, 3 ലെയർ പുതപ്പ്. ഈ പുതപ്പ് വളരെ വ്യത്യാസമുണ്ട്. ഇതിന് എന്നാന്നറിയാമോ, ഇത് നമുക്ക് ചൂടത്തും പുതയ്ക്കാം, സാധാരണയും പുതയ്ക്കാം, തണുപ്പത്തും പുതയ്ക്കാം. അപ്പൊ ഇത് ഡിപ്പെൻസ് അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ഇന്ന് ആദ്യമായിട്ട് കാണിക്കുന്നത് സിംഗിളാ. ഇന്നെല്ലാം ഞാൻ സിംഗിളാ കാണിക്കുന്നത്. പിള്ളേർക്കൊക്കെ ഹോസ്റ്റലിൽ പോകണം, അപ്പൊ സിംഗിളാ കാണിക്കുന്നത്. ഈ സിംഗിളിന്റെ ഇതൊരു സൈഡാട്ടോ, നല്ല ഭംഗിയിലെ നല്ല ഭംഗിയായിട്ടുള്ള സിംഗിളാണ്. ഇതിന്റെ ഒരു സൈഡില് ഇതിന്റെ ബാക്ക് പോർഷൻ, അതായത് റിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രിന്റ്, ഈ ഒരു പ്രിന്റ് ആണ്. എന്ത് രസമാണെന്ന് നോക്കി ഈ പ്രിന്റ് കാണാന്. ഇതൊരു 3 ലെയർ പുതപ്പാണ്. വാഷിംഗ് മെഷീനിൽ കഴുകാം, കുഴപ്പമൊന്നുമില്ല. കോട്ടൺ ആണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു പുതപ്പാണ്. ഇതിനകത്ത് ചില സമയങ്ങളിൽ നമുക്ക് റിവേഴ്സിബിൾ കിട്ടത്തുള്ളൂ, ചില സമയത്ത് നമുക്ക് റിവേഴ്സിബിൾ ഉണ്ടാകത്തില്ല കേട്ടോ. ഇനി അടുത്തത് റിവേഴ്സിബിൾ പ്രിന്റ് അല്ലാത്ത ഞാൻ കാണിക്കുന്നത് കേട്ടോ. കാരണം വെച്ചാൽ ഇതിപ്പോൾ ലോട്ടറി അടിക്കുന്ന പോലെയാണ് കേട്ടോ. അത് അപ്പൊ നമ്മൾ ചില സമയത്ത് അവരോട് അത് ചെയ്യാൻ പറഞ്ഞാൽ അവർ പറയും, ഓ അത് വേണ്ട, ഇത് മതി. ചില സമയത്ത് നമ്മുടെ വീട്ടിൽ ഈ കുശുമ്പും കുഞ്ഞായ്മയൊക്കെ ചേർന്നിരിക്കത്തില്ലേ, അതുപോലെ തന്നെയാണ് ഈ തുണിക്കച്ചവടം എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഇപ്പം എത്ര നല്ല വെൻഡേഴ്സ് ആണെങ്കിലും ചില സമയത്ത് അവർ ഇതുപോലെയൊക്കെ ചെയ്യത്തുള്ളൂ. പക്ഷെ ഇതിന്റെ ക്വാളിറ്റിയിൽ അവർ കോംപ്രമൈസ് ചെയ്യത്തില്ല. ചിലപ്പോൾ മറന്നു പോകുന്നതാണ്, തിരിച്ചു മറിച്ചൊക്കെ അടിക്കാനൊക്കെ മറന്നു പോകുന്നതായിരിക്കും. അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു റിവേഴ്സിബിൾ പുതപ്പാണ്. സിംഗിൾ ആട്ടോ. ഇന്ന് ഞാൻ കാണിക്കുന്ന ബെഡ്ഷീറ്റും എല്ലാം സിംഗിൾ ആട്ടോ. കാരണം ഈ ദിവസങ്ങളിൽ പിള്ളേർ ഹോസ്റ്റലിൽ പോവുക, അപ്പൊ അവർക്ക് സിംഗിൾ ബെഡ്ഷീറ്റ് വേണം, വിത്ത് 1 പില്ലോ കവർ, വിത്ത് 2 പില്ലോ കവേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇന്ന് ഞാൻ ലൈറ്റ് വെയ്റ്റ് സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് 1 പില്ലോ കവേഴ്സ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഇനി എക്സ്ട്രാ പില്ലോ കവേഴ്സ് വേണമെങ്കിൽ നമുക്കത് മിക്സ് ആൻഡ് മാച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചില സമയത്ത് ഇതിന്റെ കൂടെ കാണും കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഫ്ലവർ പ്രിന്റ് ആണ് കേട്ടോ. ഇന്നെല്ലാം ഫ്ലോറൽ പ്രിന്റിൽ നല്ല ഡിസൈൻ ഉള്ള ഷീറ്റ്സ് ആണ്. ഇതെല്ലാം ലൈറ്റ് വെയ്റ്റ് ആണ്. പിള്ളേർക്ക് തന്നെ എടുത്ത് വാഷ് ചെയ്യാം, വെറുതെ എടുത്ത് ബക്കറ്റിൽ ഇട്ടാലും ഇത് വാഷ് ചെയ്യാം. അത് തന്നെയല്ല,
വാഷിംഗ് മെഷീനിലിട്ട് ചെയ്താലും നല്ല ഭംഗിയായിട്ടുള്ള സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. ഇതിനകത്ത് 2 പില്ലോ കവേഴ്സ് ഉള്ളതുകൊണ്ട് 1 പില്ലോ കവേഴ്സും ഉള്ളതുകൊണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓരോ പ്രിന്റ് അനുസരിച്ചാട്ടോ. ഇത് കണ്ടോ അടുത്ത പ്രിന്റ് എന്ത് ഭംഗിയാന്ന് നോക്കിയേ, നല്ല ചെറിയ പൂക്കള്. ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ, പ്രായ ആൾക്കാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനില്ലേ, ഈ ചെറിയ പൂക്കളെല്ലാം വളരെ ഇഷ്ടമായിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ എന്താ പറയുന്ന നമ്മുടെ സിസ്റ്റേഴ്സിന്, നമ്മുടെ കോൺവെന്റിലുള്ള സിസ്റ്റേഴ്സിനൊക്കെ ഇങ്ങനെയുള്ള പൂക്കളൊക്കെയാ കൂടുതൽ ഇഷ്ടം കേട്ടോ. 2 വലിയ പില്ലോ കവേഴ്സോ 1 പില്ലോ കവേഴ്സോ കൂടിയ സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് 1 പില്ലോ കവേഴ്സ് ആണ് ഇന്ന് ഓൾമോസ്റ്റ് കാണിക്കുന്നത് കേട്ടോ. എപ്പോഴും നമ്മുടെ കയ്യിൽ 2 പില്ലോ കവേഴ്സ് അല്ലേ, ഇന്ന് 1 പില്ലോ കവർ ഉള്ളു കേട്ടോ. ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റ്. ഇത് ഇച്ചിരി ഡാർക്ക് കളറുമാണ്, നല്ല രസമാണ്, നല്ല ഇല, നല്ല ബ്ലൂ കളറല്ല, പച്ച കളറല്ല, എല്ലാം കൂടി നല്ല ഭംഗിയായിട്ടുള്ളൊരു സിംഗിൾ ബെഡ്ഷീറ്റ് ആണ്. ഇത് കണ്ടോ അതിന്റെ പില്ലോ കവർ. ഇതെല്ലാം നല്ല വലിയ പില്ലോ കവേഴ്സ് ആണ്. പില്ലോ കവറിന്റെ സൈസ് വന്നിട്ട് 17x27 ഇഞ്ചസ് ആണ് കേട്ടോ. ഇനി അടുത്ത ഷെയ്ഡ്, ഈ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, ഈ ബെഡ്ഷീറ്റിന്റെ കളറ് ഒരു ലൈറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ, ലൈറ്റ് ഷെയ്ഡ്. ഇതിന്റെ പില്ലോ കവർ ഉണ്ടല്ലോ ഇതിനേക്കാളും കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡാ. അതൊരു കോൺട്രാസ്റ്റും അല്ല, ഇത് ഇച്ചിരി കൂടി ഡാർക്ക് ഷെയ്ഡാട്ടോ. ഞാൻ പ്രത്യേകം എടുത്ത് പറയുവാണ്, ഈ ബെഡ്ഷീറ്റിനേക്കാളും ലൈറ്റ് ഡാർക്ക് ഷെയ്ഡാണ് ഇതിന്റെ പില്ലോ കവർ വന്നിരിക്കുന്നത് കേട്ടോ. ഇനിയുള്ളത് നല്ല പൂക്കളോടുകൂടി ഒരു ഷീറ്റാണ്. നല്ല രസമില്ല, നല്ല കട്ടപ്പൂവുകള്. അപ്പൊ ഇന്നത്തെ എല്ലാ സിംഗിൾ ബെഡ്ഷീറ്റും സിംഗിൾ പുതപ്പും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ കംഫോർട്ടേഴ്സ്, ക്യൂൾട്ട്, നമ്മുടെ കർട്ടൻസ്, പിന്നെ ഓരോ സാധനങ്ങൾ കേട്ടോ, നമ്മുടെ വീട്ടിലോട്ട് ആവശ്യമുള്ള ബാത്ത് ടവല്, ചെറുതായിട്ടുള്ള ടവല്, അങ്ങനെ പല സൈസിലുള്ള ഹോം ലിനൻ പ്രൊഡക്ട്സ് ആ മാഗ്നിസ്കേപ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മാഗ്നിസ്കേപ്സിലെ വെബ്സൈറ്റിൽ ഓൾമോസ്റ്റ് എല്ലാ ഫോട്ടോസും ഇട്ടിട്ടുണ്ട്. അവിടെ കണ്ടില്ലെങ്കിൽ മാഗ്നിസ്കേപ്സിന്റെ ഓൺലൈൻ നമ്പർ താഴെ കൊടുക്കുന്നതിൽ നമ്മളെ വിളിച്ച് എല്ലാം ചോദിക്കണം. വാട്സപ്പിൽ കൂടിയാണ് നമ്മൾ ഓർഡേഴ്സ് എല്ലാം എടുക്കുന്നത്. വെബ്സൈറ്റിലും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെയും ഓർഡേഴ്സ് എടുക്കും. പിന്നെ ഇവിടെ വന്ന് നമുക്കിതെല്ലാം കണ്ടും കേട്ടും നോക്കിയും വർത്താനം ഒക്കെ പറഞ്ഞ് മേടിക്കണമെങ്കിൽ മാഗ്നിസ്കേപ്സിന് കടയുള്ളത് എറണാകുളത്ത് ചെറുപറമ്പത്ത് റോഡ്, കടവന്ത്രയാണ്. ഇവിടെ നമുക്ക് വരുമ്പം നമ്മൾ ചെറുപറമ്പത്ത് റോഡിലോട്ട് കയറുമ്പോൾ നമുക്ക് കുറേ ഫ്ലാറ്റുകളും കുറേ എന്താ ഓഫീസുകളൊക്കെ കാണും. അപ്പൊ അയ്യോ കണ്ടില്ലല്ലോ എന്നൊന്നും വിചാരിക്കരുത്. ഒരു 100 മീറ്റർ ഇങ്ങോട്ട് വരുമ്പം റൈറ്റ് സൈഡിൽ ഒരു വീട് പോലെ ഇരിക്കുന്ന ഒരു സ്പേസ് ആണ് മാഗ്നിസ്കേപ്സിലുള്ളത്. അതിന്റെ താഴത്തെ സൈഡിൽ ഒരു വണ്ടിക്ക് പാർക്കിംഗ് ഉണ്ട്. ഈ വീടിന്റെ ബാക്കിൽ, ഇതൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്, കണ്ടാൽ മാത്രമേ അങ്ങനെ ഇരിക്കത്തുള്ളൂ. ഈ വീടിന്റെ ബാക്കിൽ ഒരു 30 വണ്ടിക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ അത് ഓർത്ത് നിങ്ങൾ പാർക്കിംഗ് ഇല്ലല്ലോ, ഇത് ഉള്ളിലോട്ടാണല്ലോ എന്നൊന്നും ഓർത്ത് പറയാണ്ട. അപ്പൊ നല്ല ഭംഗിയായിട്ട് ഇവിടെ വന്ന് നമുക്ക് ഹാപ്പിലി നമുക്ക് എല്ലാം നോക്കി പോവാം കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കണം. മഴ പെയ്യുമ്പോൾ നല്ല ചായയൊക്കെ കുടിക്കണം, നല്ല പരിപ്പോടെ കഴിക്കണമെന്നൊക്കെ ആലോചിക്കണം. അങ്ങനെയൊക്കെ ആലോചിച്ച് സന്തോഷത്തോടെ അങ്ങോട്ട് ഇരിക്കുക. അപ്പൊ എല്ലാം ശരിയാവും. താങ്ക് യു.